എന്നിട്ട് ഇതൊക്കെ കൊളായപ്പോ ലീഗാരെന്താ കാട്ടിയാരങ്ങൾ പണ്ട് മദ്രസിലൊരു പെൺകുട്ടി, ആ പെൺകുട്ടി അബദ്ധവശാല് മദ്രസന്റെ തിണ്ടുമ്പങ്ങനെ നിൽക്കുമ്പോൾ ആ ഉസ്താദ് പെട്ടെന്ന് വന്ന് ബൈക്കുമ്പോൾ ഇറങ്ങിയത് കുട്ടി തട്ടടാൻ മറന്ന് കിടച്ചു. അപ്പൊ ഉസ്താദിനെ ബഹുമാനിച്ച് കുട്ടി ചെയ്ത പണി എന്താ പറയുക, പാവാട പൊന്തിച്ച് മോറാണ് പൊത്തി. ഈ പണിയാണ് ബി ജെ പി വോട്ട് വാങ്ങി കൊളായപ്പോ ലീഗുകാര് സംസ്ഥാന കമ്മിറ്റി ഉണ്ടല്ലോ, ഓലെ ബിരിയാണി കമ്മിറ്റി, ആ ലീഗ് ഹൗസിൽ ബിരിയാണി കമ്മിറ്റി ചേർന്നുകാണ്ട് ലീഗുകാരൻ പറയാ മഞ്ചേശ്വരത്തെ വോട്ട് ബി ജെ പിക്കാർക്ക് നമ്മൾ കൊടുത്തിക്കണേ. മലപ്പുറം ജില്ലയിൽ 10-2.5 ലക്ഷം വോട്ട് ലീഗിന്റേത് കാണാനില്ല. മൂടില്ലാത്ത കൊട്ടിയിൽ വള്ളം പാർന്ന മാതിരി, കുതിരവട്ടത്തെ ബക്കറ്റിൽ വള്ളം കോരിയ മാതിരി ആയിക്കണ ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ ലീഗിന്റെ വോട്ട്. ആ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ 2.5 ലക്ഷം വോട്ട് എവിടെ പോയി എന്നാലോചിക്കാൻ ലീഗ് ഹൗസിൽ യോഗം കൂടിയ ലീഗുകാര് മഞ്ചേശ്വരത്തെ ഏപ്പിക്കാരെ വോട്ട് എവിടെ പോയി എന്നാ ആലോചിച്ചത്. ചെങ്ങായിമാരെ കണ്ണ് കുറുമ്പാടിന് ചോട്ടിൽ വള്ളം പാരുന്ന ഒരു പരിപാടി ഇങ്ങക്കേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്, മലപ്പുറം ജില്ലയിലെ 2.5 ലക്ഷം വോട്ടേ അമ്മിക്കുട്ടി വള്ളത്തിൽ പോയ മാതിരിയാ പോയത്. ഞങ്ങളെ ദ്വാരക്ക് മെച്ചല്ലേ? നിങ്ങൾ എന്താ മനസ്സിലാക്കി? ആ ദ്വാന്റെ കഥ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഈ ഒരു 1.5 പരിപാടി നിങ്ങൾക്ക് ഞാൻ കളി എസ്കക്കാരെ നിങ്ങൾ പോലിട്ടോ, നിങ്ങൾ പോലി. ഞാൻ മണ്ണാർക്കാടും നിങ്ങൾ അങ്ങോട്ടൊക്കെയല്ലേ, അത് ഞാനോലും തമ്മിലുള്ള വിഷയം, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, ഇവിടെ ബി ജെ പി വോട്ട് വാങ്ങാൻ, എന്നിട്ട് അരിയും തിന്ന് ആശാരിച്ചേയും കടിച്ച് ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഞമ്മളെയും കുതിര കയറി, വോട്ട് കൊടുത്ത ബി ജെ പിക്കാരെയും കുതിര കയറി. ലീഗുകാര് പറയണേ മണ്ണാർക്കാട് വോട്ട് എന്ത് ചെയ്തു, മറിച്ചു എന്നാ. എങ്ങനെ മറിച്ചു? മണ്ണാർക്കാട് ഞമ്മള് ബി ജെ പിന്റെ വോട്ടാണ്. എ പി ഉസ്താദിന്റെ രാഷ്ട്രീയ കൗശലം നോക്കി നിങ്ങൾ. പാണക്കാട് തങ്ങളെ തോൽപ്പിച്ചു എന്നല്ലപ്പോ ഇതിന്റെ മാന. അല്ല, നിങ്ങളെ ഭാഷയിൽ സപ്പോസ് പാണക്കാട് തങ്ങൾ ചെറുതാകല്ലേ, അതിലായിട്ട് കയ്യിലുത്തുന്ന തങ്ങൾ പാപ്പാനേക്കാളും മേലെയായില്ലേ എ പി ഉസ്താദ്. രാഷ്ട്രീയത്തിൽ അതൊക്കെ ഒന്ന് തിരിയേണ്ട കുറച്ച്. പക്ഷേ ഇവര് പറയാൻ എന്താ പറയണറിയോ, മഞ്ചേശ്വരത്തെ വോട്ട് നമ്മള് ബി ജെ പിക്ക് കൊടുത്തു, ബി ജെ പിന്റെ വോട്ട് മണ്ണാർക്കാട്ട് ഞമ്മളും വാങ്ങിയെന്ന് ഉളുക്കില്ലാതെ പറയാ. മഞ്ചേശ്വരത്തിൽ 89 വോട്ടിനാണ് മഞ്ചേശ്വരത്തിലെ ലീഗ് സ്ഥാനാർത്ഥി വിജയിച്ചു കയറിയത്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് സ്വഭാവം നന്നാക്കിക്കോ ലീഗാരാ, ചാക്കോളത്തിപ്പോരിന് നിൽക്കണ്ട. ആ വോട്ടെണ്ണലിന്റെ മുമ്പും പിമ്പും കേരളത്തിൽ അറിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. മണ്ണാർക്കാട്ടെ ശംസുദ്ദീനെ പരാജയപ്പെടുത്തുന്നതിന് ഇവിടുത്തെ ബി ജെ പിക്കാർ ഇദ്ദേഹം പറയുന്ന സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്നതിന് നമ്മളെ മൂല്യാരെ ഇടപെടലാണോ പറയുന്നത്, ചില്ലറക്കാരനല്ല. മഞ്ചേശ്വരത്ത് അദ്ദേഹത്തിന്റെ വോട്ട് മഞ്ചേശ്വരത്ത് സുരേന്ദ്രന് മറിച്ചു നൽകിയ വിഷയങ്ങളൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും അറിയാവുന്ന യാഥാർത്ഥ്യങ്ങളാണ്. സത്യം പറയട്ടോ, ഞങ്ങൾ അറിഞ്ഞത് ആ വർത്താനല്ല. ഞങ്ങൾ അറിഞ്ഞത് പി ബി റസാഖ് എന്ന മഞ്ചേശ്വരത്തെ ലീഗ് സ്ഥാനാർത്ഥിയെ പറ്റിച്ച് മഞ്ചേശ്വരത്തെ ലീഗ് വോട്ട് റസാഖിനെതിരിൽ സുരേന്ദ്രന് കൊടുത്ത് ശംസുദ്ദീൻ മണ്ണാർക്കാട്ട് ബി ജെ പിന്റെ വോട്ടാക്കിയെന്ന ഞങ്ങളെ മലക്കുകൾ പറഞ്ഞേ. നിങ്ങളെ മലക്കുകൾ മറ്റേ കേൾക്കാ പറഞ്ഞേ. സപ്പോസൊക്കെ നിങ്ങളെ വർത്താനത്തിന്